ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ യഥാർത്ഥത്തിൽ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അവർക്ക് എത്രമാത്രം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു നിമിഷം മുതൽ സ്കിപ്പ് ചെയ്ത് പോവുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു പേഴ്സണ് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്, അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, അവർ നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള ഫീലിങ്സ് ഉണ്ടോ, അവരുടെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ 2 ഡെക്കിൽ നിന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ, ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു എന്നൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളെ വിട്ടിട്ട് പോയൊരു പേഴ്സൺ ആണെങ്കിൽ കൂടിയും നിങ്ങൾ നല്ല പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ഈ ഒരു പേഴ്സൺ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. നമുക്ക് 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്, അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു കാർഡ് വൈസിൽ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ പേരും ഈ ഒരു സമയത്ത് ഒരു സെപ്പറേഷനിലാണ് അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പരസ്പരം നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് തന്നെ ഒത്തിരി നാളുകളായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ആ ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, അവരോടുള്ള ആ ഒരു ഇഷ്ടം, അവരോടുള്ള ആ ഒരു എന്താ പറയുക ഡീപ്പ് ഫീലിങ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ സമയത്തും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ മെമ്മറീസ് ഇങ്ങനെ നിങ്ങളിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഡേ ആൻഡ് നൈറ്റ് ചിലപ്പോൾ നിങ്ങൾ അവരെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. നിങ്ങൾ എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിന്നൊന്ന് മൈൻഡ് ഡൈവേർട്ട് ചെയ്യണം, ഒന്ന് മാറിപ്പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവസാനം ആ ഒരു കാര്യത്തിലേക്ക് പോയാലും കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ഈ ഒരു പേഴ്സണെ കുറിച്ചും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്തെക്കുറിച്ചും ഒക്കെയുള്ള ചിന്തകളാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു വസ്തു നോക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവരുടെ ചിന്തകളിലേക്ക് നിങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുകയാണ്, എപ്പോഴും ഞാൻ ഇവരുടെ ഒരു ചിന്തകളിലൊക്കെ ആണല്ലോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ചേഞ്ച് വേണം. ഞാനിപ്പോൾ ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ വന്നിട്ട് 1 ഇയർ ആയിട്ടുള്ള ആളുകളുണ്ടാവും, 6 മന്ത്സ് അല്ലെങ്കിൽ 1 ഇയർ അബവ് 3-5 ഇയേഴ്സ് ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മാത്രം ഓർത്തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഒരു വ്യക്തിയുടെ പുറകെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പുറകെ നിങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ തോന്നാണ്, ഞാൻ ഇങ്ങനെ ആയാൽ പോരാ, എനിക്കൊരു ചേഞ്ച് വേണം, എനിക്കൊരു മാറ്റം വേണം, എനിക്കൊന്ന് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകണം എന്നിങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ മറ്റു ചില കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ മാറ്റാനായിട്ട് ശ്രമിക്കുന്നു. അതായത് ചില വ്യക്തികളാണെങ്കിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനോ നമ്മളെ തന്നെ നമ്മൾ ബിസി ആക്കി വെക്കാനോ ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ എടുത്ത് കണ്ടിട്ട് കുറേ ടെക്നിക്സുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങളുടെ ഫോക്കസ് മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് പോലും
ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ ഇങ്ങനെ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് മാറണം, എനിക്ക് ഒരു വ്യക്തിയിൽ നിന്ന് മാറിപ്പോണം, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒത്തിരി ഇങ്ങനെ ചിന്തിക്കാതെ വല്ലപ്പോഴും ഒക്കെ ഓക്കെ ആ ഒരു രീതിയിലൊക്കെ ഒന്ന് ചിന്തിച്ച്, അല്ലെങ്കിൽ ഈ പേഴ്സണെ കുറിച്ച് ഓൾവേസ് ചിന്തിക്കാതെ എപ്പോഴും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് ഓക്കെയാണ്. ഞാൻ ഈ ചെയ്യുന്നത് വളരെ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റാണ്, ഇതെനിക്ക് മറക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ വീണ്ടും ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകളും മനസ്സിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അതിങ്ങനെ ഇടിച്ചു കയറി വരികയാണ് നിങ്ങളുടെ മനസ്സിലേക്ക്. നിങ്ങൾ വേണ്ട എന്ന് വെച്ചാൽ പോലും മനഃപൂർവ്വമായിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ പോലും അങ്ങനെ ആ വ്യക്തിയുടെ ഓർമ്മകൾ മനസ്സിലേക്ക് കയറി വരുന്നതായിട്ട് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് ഉണ്ടാവുന്നുണ്ടാവും. അപ്പം അത്തരത്തിലുള്ള ഫീലിങ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നു, ഈ ഒരു പേഴ്സണെ മനസ്സിൽ നിന്ന് എടുത്തു കളയാനായിട്ട് പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ളത് വളരെയധികം ഒരു സോൾ ബോണ്ടിങ് ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങളെ തന്നെ വേദനിപ്പിക്കുന്നു, അല്ലെങ്കിൽ കുറേയേറെ വിഷമങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നു, നെഗറ്റീവ് തോട്ട്സുകൾ വരുന്നു, എല്ലാം നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുന്ന അവസ്ഥ. എനിക്ക് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ, അവർക്കൊന്നും ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ്, ഞാനാണ് ഇവിടെ മുറിവേറ്റ് കിടക്കുന്ന ഒരാൾ, എനിക്ക് മാത്രമേ ഈ ഒരു പ്രശ്നങ്ങളുള്ളൂ, എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് പോലും സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളെ തന്നെ നമ്മൾ വെറുക്കുന്ന ഒരു സമയമൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഈ ഒരു സമയത്ത് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ എനർജീസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇത് മറക്കാനോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറിപ്പോകാനോ കഴിയാത്തതിൻ്റെ ഒരു കാരണം ഇവിടെ ഒരു സോൾ കണക്ഷൻസ് നിങ്ങൾ തമ്മിലുണ്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് കയറി വരുന്നത്. നിങ്ങൾ വേണ്ട എന്ന് വെച്ചാൽ പോലും ഇങ്ങനെ ഓർമ്മകൾ കയറി വരുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു സെപ്പറേഷനിലാണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ ഈ വ്യക്തി ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി വളരെ സിൻസിയറായിട്ട് നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുകയാണ്. ഈവൻ നിങ്ങളുടെ ഒരു ആബ്സെൻസിൽ പോലും അവർ നിങ്ങളെ അത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഒരു 3 ഓഫ് സോഴ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ഒരു കുറ്റബോധമുണ്ട്. നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ട് പോയി, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയി. അവർ കുറേ പ്രോമിസസ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, ആ പ്രോമിസസ് ഒന്നും നിറവേറ്റാനായിട്ട് അവർക്ക് പറ്റിയില്ല. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്, ഇമോഷണലി എപ്പോഴും അവൈലബിൾ ആയിരുന്ന ഒരു വ്യക്തിയാണ്, ഈ ഒരു പേഴ്സണ് നല്ല കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ടും നിങ്ങളെ ഒറ്റയ്ക്കാക്കി പോകേണ്ടി വന്നല്ലോ എന്നോർത്ത് ഇവർ റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. അതുകൂടാതെ അതോടൊപ്പം തന്നെ ഇവർക്ക് നിങ്ങളുടെ ആബ്സെൻസിൽ പോലും അവർ അത്രയധികം ആഴത്തിൽ നിങ്ങളോട് അവർക്കൊരു റെസ്പെക്റ്റ് കലർന്ന ഒരു സ്നേഹമാണ് തോന്നുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് ഈ ഒരു വ്യക്തി എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. കാരണം ചില ആളുകൾ ഈ ഒരു സെപ്പറേഷനിലേക്ക് പോയതിനു ശേഷം എപ്പോഴും ഞാൻ പോയ ഒരു സ്ഥലത്ത് ഞാൻ വളരെ ഹാപ്പി ആയിരിക്കണം, എൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആകണം. പക്ഷെ ഓപ്പോസിറ്റ് ആ ഒരു സെപ്പറേറ്റഡ് ആയി പോയ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിലവർ ചിന്തിക്കുക പോലുമില്ല. അവർക്ക് അവരുടെ ഹാപ്പിനെസ്സും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ പോകണം. എന്നാൽ ഈ ഒരു പേഴ്സൺ എവിടെ പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, അവർക്ക് നല്ലത് വന്നാൽ തന്നെ ചീത്ത വന്നാൽ തന്നെ ഇതൊന്നും എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ ആണ് കൂടുതൽ ആളുകളും പ്രതികരിക്കുക. പക്ഷെ ഇവിടെ ഈ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങൾക്കൊരു നല്ലത് വരണം, അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആകണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന, നിങ്ങൾക്ക് എന്നും നന്മ മാത്രം വരണം എന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ ഒരു വെൽവിഷറാണെന്ന് നമുക്ക് പറയാം. നല്ലത് മാത്രം വരണമെന്നാണ് അവർ എപ്പോഴും ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോട്ടെ, അങ്ങനെയൊന്നും അവരൊരിക്കലും ചിന്തിക്കുന്നില്ല. അവരുടെ ആ ഒരു നല്ല മനസ്സ് നമ്മൾ കാണാതെ പോകരുത്, നിങ്ങളത് മനസ്സിലാക്കണം. അങ്ങനെയൊന്നും വിചാരിക്കുന്ന ഒരു മനസ്സിനുടമയല്ല നിങ്ങളുടെ പേഴ്സൺ. നിങ്ങൾക്ക് നല്ലത് തന്നെ വരണമെന്ന് നല്ലത് മാത്രമേ വരാവുള്ളൂ എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും ഈ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. ഒരു സ്ട്രോങ് ഡിസിഷൻ ഒന്നും എടുക്കാനായിട്ട് അവർ ഈ ഒരു സമയത്ത് അവർക്ക് എടുക്കാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ അവർക്കതിന് സാധിക്കുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. എന്തൊക്കെയോ ചില സാഹചര്യങ്ങൾ കാരണമാണ്, അല്ലെങ്കിൽ ചില പേഴ്സൺസ് കാരണമാണ് അത്തരത്തിലുള്ള ഡിസിഷൻസ് ഒന്നും എടുക്കാനായിട്ട് പറ്റാത്തത് അവർക്ക്. എങ്കിലും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾക്കായിട്ടുള്ള ഒരു ഫീലിങ്സ് എപ്പോഴും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. എല്ലാ സമയത്തും ആ ഒരു ഫീലിങ്സ് കാണുന്നുണ്ട്. അപ്പോൾ
ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ നിരന്തരം ചിലപ്പോൾ ഒരു ഡ്രീംസിലൊക്കെ കാണുന്നുണ്ട്, ആ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട് ആ ഈ വ്യക്തിയെക്കുറിച്ച്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ഡ്രീംസിൽ വന്നിട്ട് എപ്പോഴും തന്നെ പല കാര്യങ്ങളും നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. അതുപോലെ സെയിം ഒരു ഫീലിങ്സ് തന്നെ ഈ ഒരു വ്യക്തിക്കും ഉണ്ട് എന്നാണ് കാണുന്നത്. അവർ കാണുന്ന സ്വപ്നങ്ങളിലും നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളുമായിട്ട് അവരൊരു കോൺവെർസേഷൻ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ പോസിബിൾ ആകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പലർക്കും അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ടാകാം. അതായത് ഇപ്പോൾ ഈ ഡ്രീംസിൽ കാണുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ എവിടെയെങ്കിലും രീതിയിൽ സംസാരിച്ചു കഴിയുമ്പോൾ ആ ഒരു സ്ഥലമൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ സെയിം സ്ഥലം തന്നെ നമ്മൾ ഇങ്ങനെ പോകുന്ന ടൈമിൽ ഇങ്ങനെ കാണുന്നു. അയ്യോ, അപ്പം ഞാൻ ഡ്രീംസിൽ കണ്ട ആ ഒരു പ്ലേസ് തന്നെയാണല്ലോ ഇത് എന്ന് നമ്മൾ ആ ഒരു സമയത്ത് ചിന്തിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലർക്കും ഉണ്ടാകുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഡ്രീംസുകളും അതുപോലെ നിങ്ങൾക്ക് അവരുമായിട്ട് കോൺവെർസേഷൻ നടത്തുന്ന പോലെയുള്ള സ്വപ്നങ്ങൾ, അതുപോലെ ആ ഒരു സെയിം ഫീലിങ്സ്, ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ, ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു. ഇതൊക്കെ ഉണ്ടാകുന്നത് നിങ്ങളെ ആ ഒരു വ്യക്തിയും നിങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ രണ്ടുപേരും ഈ ഭൂമിയിലുള്ള ഒരു ശക്തിക്കും നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിനോ ഒരു സിറ്റുവേഷനോ ഒക്കെ ആയാലും നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും കഴിയില്ല. ചിലപ്പോൾ ഫിസിക്കലി നിങ്ങൾ തമ്മിലൊന്ന് സെപ്പറേറ്റഡായി മാറി നിൽക്കുന്നുണ്ടാകും. പക്ഷെ നിങ്ങളുടെ ആ ഒരു സോളുകൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് ഒരിക്കലും എൻഡ് ആകുന്ന ഒന്നല്ല. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ലൈഫിൽ ആ ഒരു വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടാകാം. വളരെ റിസ്ക് ഉള്ള ഒരു കരിയറൊക്കെ ആയിരിക്കാം അവർക്ക്, അല്ലെങ്കിൽ അവർക്ക് ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ടൊക്കെ തന്നെ വളരെ സാമ്പത്തികപരമായിട്ടും അല്ലാതെയും ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമൊക്കെ ആയിരിക്കാം. ആ ഒരു സമയങ്ങളിൽ പോലും ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എങ്കിൽ ഒരു ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ എപ്പോഴും തന്നെ അവർ വളരെ ബിസി ആയിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരൊന്ന് ഡൗൺ ആകുമ്പോൾ, അല്ലെങ്കിൽ അവർ പെട്ടെന്നൊരു അവർക്കൊരു വിഷമ സംഭവങ്ങൾ വരുമ്പോൾ ഒക്കെ അവർ ഒരു പ്രശ്നത്തിൽ പെടുമ്പോഴൊക്കെ നിങ്ങളുടെ മുഖമാണ് അവരുടെ മനസ്സിൽ അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ എങ്കിൽ ഈ വ്യക്തി നിങ്ങളെ അത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ അത്രയും ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളുടെ ഓർമ്മകളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളെ നിങ്ങളെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ തന്നെ വിട്ടുമാറാനായിട്ട് ഒരിക്കലും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അപ്പം മനസ്സിൽ നിന്ന് ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങളെ മാറ്റി നിർത്താനായിട്ട് കഴിയില്ല. ചിലപ്പോൾ ഫിസിക്കലി നിങ്ങൾ സെപ്പറേഷനിലായിരിക്കാം. ഈ ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മൊമെന്റ്സിനെ കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതായത് അത്രയും സന്തോഷം ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ഓർമ്മകൾ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വരുമ്പോൾ അത്രയും ഒരു സന്തോഷം ഉണ്ട്. സന്തോഷം ലൈഫിൽ വീണ്ടും ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇപ്പോഴും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഒരു ഡീപ്പായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇമോഷണലി ഫീലിങ്സ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ഈ വ്യക്തിയെ കുറിച്ച് നോക്കുമ്പോൾ നമുക്കൊന്ന് കാണുന്നത്, അവരൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ അവരുടെ സാഹചര്യങ്ങളായിരിക്കാം. ഇതൊക്കെ കൊണ്ടായിരിക്കാം അവര് ശരിക്കും നിങ്ങളെ ഒന്ന് അവഗണിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ വേദനിപ്പിക്കേണ്ടി വന്നതൊക്കെ ആ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങളും അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ അതെല്ലാം ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാകും. പക്ഷെ ഈ ഒരു സമയത്ത് ആ വ്യക്തി ഏതു വഴിയിലൂടെയെങ്കിലും നിങ്ങളുടെ ഒരു അടുത്തേക്ക് എത്തണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ പറഞ്ഞുപോയ വാക്കുകളൊക്കെ ഓർത്തിട്ട്, നിങ്ങളോട് പറഞ്ഞുപോയ കാര്യങ്ങൾ, ചെയ്തു പോയ കാര്യങ്ങൾ, ഇമോഷണലി നിങ്ങളെ മാറ്റി നിർത്തേണ്ടി വന്നിട്ടുള്ള ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഒരു വ്യക്തി വളരെയധികം വിഷമിക്കുന്നുണ്ട് എന്നാണ്. അതാണ് നമുക്കിവിടെ റിഗ്രറ്റ് തോന്നുന്നത്, കുറ്റബോധം അവർക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുത്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാനുകൾ തയ്യാറാക്കണം എന്നൊക്കെ ഇവർ
ഇവർ ആലോചിക്കുന്നുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അവർക്ക് അത്തരത്തിലുള്ള ഒരു വഴി ഇനി കണ്ടുപിടിക്കണം, അങ്ങനെ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം. അത്തരം ഒരു കൺഫ്യൂഷൻസ് അവരുടെ മനസ്സിനകത്തുള്ള ഒരു സമയമാണിത്. അവർക്ക് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളെ പല പ്രാവശ്യം അവർ കോൾ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇതൊന്നും അയക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവാം. അത്തരത്തിൽ ഈ വ്യക്തി വളരെയധികം സ്ട്രഗിൾ ചെയ്യുകയാണ്. എന്തൊക്കെയാണ് എങ്ങനെയാണ് നിങ്ങളിലേക്ക് വരേണ്ടത്, എങ്ങനെയൊക്കെയാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ടത്, വീണ്ടും ആ ഒരു പഴയ സ്നേഹം നിങ്ങളോട് എങ്ങനെയാണ് പറയേണ്ടത് എന്നൊക്കെയുള്ള ഈ വ്യക്തി ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് എത്രമാത്രം നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ അത്രമാത്രം ആ ഒരു വ്യക്തിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം ഒരു സ്നേഹമാണ് ഈ വ്യക്തിയുടെ ഉള്ളത്, അതിലും കൂടുതലായിട്ട് ഒരു അല്ലെങ്കിൽ ആ ഒരു സെയിം ഡെപ്തിൽ നിങ്ങളോട് ഈ വ്യക്തിക്കും സ്നേഹമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അതിനേക്കാളേറെ ആ ഒരു സ്നേഹം ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഏറെ ഒരു സ്നേഹം ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ നല്ല ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലൂടെ ഈ ഒരു അങ്ങനെയുള്ള രീതിയിൽ നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അത്തരത്തിലുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഒരിക്കലും ഒരു അവസാനിക്കാത്ത ഒരു റിലേഷൻഷിപ്പ്, അതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പല ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. ഏത് തരത്തിലുള്ള കണക്ഷൻ ആണെങ്കിലും വളരെ ഡീപ്പായിട്ട് നിൽക്കുന്ന ഒരു കണക്ഷനാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും അവസാനിക്കില്ല എന്ന് മനസ്സിലാക്കുക, ട്രസ്റ്റ് ചെയ്യുക. ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു സ്നേഹം അത്രയും ഡീപ്പായിട്ട് തന്നെ ഈ വ്യക്തി കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വളരെ സീക്രട്ടായിട്ട് അറിയുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു വ്യക്തികളോടൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയിട്ട് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇവരറിയുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇവരുടെ ലൈഫിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് മാത്രമാണ് എന്നൊരു കാര്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയുന്നു, ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്കാണെന്ന് പറയുകയും ഇവരുടെ ജീവിതത്തിലെ കുറേ സാഹചര്യങ്ങൾ കൊണ്ടോ ആളുകളെ സംതൃപ്തിപ്പെടുത്തുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു സെപ്പറേഷൻ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ പറയുകയാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇത് ഒട്ടും തന്നെ ഒരു സത്യമായ കാര്യമല്ലാതെയായി മാറുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവരുടെ ഫീലിങ്സ് ആണ്. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്ന ആ ഒരു ഫീലിങ്സ് ആണ് ഞാൻ ഈ പറയുന്നത്. അവർ അതിനകത്തൊരു ആക്ഷൻ എടുത്തു കഴിയുമ്പോഴാണ് ആക്ഷൻ എടുത്തിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റുമാണ്. പക്ഷെ ചില ആളുകളൊക്കെ നമ്മളൊരു ആക്ഷൻ എടുത്തു, നമ്മളൊരു കാര്യത്തിൽ പെട്ടുപോയപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിനേക്കാൾ ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഇരിക്കുന്ന കാര്യമാകാം. പക്ഷെ ആ ഒരു കാര്യത്തിലേക്ക് വരണമെങ്കിൽ ഒരു ആക്ഷൻ എടുക്കണം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് വളരെയധികം ആഗ്രഹമുണ്ട്, അതിലേക്ക് എത്താനായിട്ട് ആഗ്രഹമുണ്ട്, എങ്ങനെ എത്തണമെന്ന് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അവരുടെ ഒരു ഫീലിങ്സ് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്, ആക്ഷൻസ് അല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ ഓരോ ആളുകളുടെ മനസ്സിലും പല പല ചിന്തകൾ തോന്നും. പക്ഷെ നമുക്കതൊന്നും എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ കാണിക്കാനോ പറയാനോ ഒന്നും ആ ഒരു സമയത്തോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലോ പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു ഫീലിങ്സ് മാത്രമാണ് നമുക്കിവിടെ കാർഡ്സിലൂടെ കിട്ടുന്നത്. അപ്പോൾ ലൈഫിൽ മറ്റൊരു കാര്യവും അവർക്ക് ഇമ്പോർട്ടൻസ് അല്ല എന്നവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർ ചിലപ്പോൾ ഇപ്പോൾ നമ്മളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്കിപ്പോൾ ഓൾറെഡി ഒരു ഫാമിലി ഉണ്ട്, അപ്പോൾ അവരതിൽ തന്നെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ആ ഒരു ഫാമിലിയെ അവർക്ക് ഇട്ടിട്ട് വരാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ നിങ്ങളിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് വന്ന് എല്ലാവരെയും കാണിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥകളൊക്കെ ആണെങ്കിൽ അവരുടെ മനസ്സിൽ പലപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരണമെന്നും അല്ലെങ്കിൽ നിങ്ങളോട് ഒരു നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വിളിച്ച് പറയണമെന്നും ഒക്കെ ഉണ്ട്. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാനോ പറയാനോ ഒന്നും പറ്റില്ല. പക്ഷെ അവരുടെ ഫീലിങ്സ് പഴയ ആ ഒരു ഫീലിങ്സ് തന്നെയാണ് നമുക്ക് കാർഡുകളിലൂടെ കാണാനായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പം അത്രയും ഒരു സന്തോഷമാണ് അവരിൽ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഓർക്കുമ്പോൾ തന്നെ അത്രയ്ക്കൊരു സന്തോഷമാണ് അവർക്കുള്ളത്. അപ്പം നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ആ ഒരു കുറച്ച് സമയം, ആ കുറച്ച് നാളുകൾ അവർ അത്രയും ഒരു ഹാപ്പിയുള്ള സമയങ്ങളായിരുന്നു, സന്തോഷമുള്ള സമയങ്ങളായിരുന്നു എന്ന് നമുക്കിവിടെ ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. അത് തന്നെയാണ് അവരെപ്പോഴും ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്ന ഒരു സമയമായിരുന്നു അല്ലെങ്കിൽ ഒരു പീരീഡ് ആയിരുന്നു എന്നൊക്കെ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ വിട്ടിട്ട് പോയ സമയത്ത് അവർ ചിന്തിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ്, ഇപ്പോഴും അവർ ചിന്തിക്കുന്നത് അത് തന്നെയാണ്. പക്ഷെ അവർക്ക് എന്തുകൊണ്ടോ കുറേ കാരണങ്ങൾ കൊണ്ട് നിങ്ങളിലേക്ക് ഡയറക്റ്റായിട്ട് എത്താനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ആ ഒരു സമയം അവരുടെ ലൈഫിൽ വീണ്ടും വന്നു ചേരാനായിട്ട്
ആ ഒരു സമയങ്ങൾ, ആ ഒരു അവസരങ്ങൾ, വളരെ ഹാപ്പി ആയിരുന്ന സമയങ്ങളൊക്കെ, വളരെ എൻജോയ് ചെയ്തിരുന്ന ആ സമയങ്ങളൊക്കെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു ഒറ്റ പ്രാവശ്യം കൂടി ആ ഒരു സമയങ്ങളൊക്കെ ലൈഫിലേക്ക് വരുമായിരുന്നെങ്കിൽ എന്ന് വരെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങളെ വളരെയധികം ആ ഒരു സമയത്തൊക്കെ ഈ ഒരു പേഴ്സൺ വളരെയധികം മിസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയന് വേണ്ടി ഇപ്പോൾ ഈ ഒരു വ്യക്തി കാത്തിരിക്കുകയാണ്. അതുപോലെ അവർ നിങ്ങളുമായിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതം അവർ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ നമുക്കത് കാണാനായിട്ട് പറ്റും. ഒരു സെലിബ്രേഷൻ ഹാപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ നടക്കണം, അത് സക്സസ്സിലേക്ക് പോകണം എന്നൊക്കെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കാനായിട്ടും സാധിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ അത്രത്തോളം ആഴത്തിലുള്ള ഒരു സ്നേഹമുണ്ട്, ഒരു പ്രണയമുണ്ട് നിങ്ങളോട്. അപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള അത്രയും ഒരു ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഒരു റീയൂണിയൻ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പക്ഷെ കുറച്ചൊരു സ്ട്രഗിളിങ്ങിലൂടെയൊക്കെ കാര്യങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരും എന്നതാണ്, കുറേയേറെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് നമുക്ക് കാർഡുകൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ കുറേ ഒച്ചയും ബഹളവും വഴക്കുകളും ഒക്കെ കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിങ്ങളുടെ അരികിലേക്ക് വന്നൊരു നല്ല ഉള്ള ഒരു റീയൂണിയൻ ഉണ്ടാകും, അതൊരു സക്സസ്സിലേക്ക് പോകും. അങ്ങനെ ഈ വ്യക്തിയും അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ വരട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, കുറച്ചധികം ക്ലൂസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വന്നിരിക്കുന്നത് മെയ് മന്ത് ആണ്. അതുപോലെ പാലക്കാട് ജില്ല, ലെറ്റർ യു. അതുപോലെ തന്നെ ടാറ്റു ഓൺ നെക്ക് എന്ന് പറയുന്നത്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. റെയിൻബോ സൈൻസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാകാം. ടുമോറോ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ വന്നിട്ടുണ്ട്. ടീച്ചർ, സപ്പോർട്ടീവ്, ആർട്ടിസ്റ്റ്, വൈ എന്ന് പറയുന്ന ലെറ്റർ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമ്പർ 50 റൈഡർ, നമ്പർ 30 നെയിൽ പോളിഷ്, വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എപ്പോഴും നിരന്തരമായിട്ട് നിങ്ങളുടെ കൺമുന്നിലേക്ക് കൂട്ടമായിട്ടുള്ള വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകാം. ആലപ്പുഴ ജില്ല നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ മെഡിക്കൽ ഫീൽഡ് എന്നുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ എഫ്, റോസ് കളർ, 1996, ടാറ്റു ഓൺ ഹാൻഡ് 2001, 48 hours എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1999 എന്ന് പറയുന്ന വർഷം വരുന്നുണ്ട്. നമ്പർ 31, ലെറ്റർ ആർ, ടീ ലവർ, ഡാൻസ്, ഇടുക്കി ജില്ല എന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 33, 1982, യു ക്യാൻ ട്രസ്റ്റ്, ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന ക്ലൂ. എറണാകുളം ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോടെ ക്രേസുള്ള വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. എബ്രോഡ് ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. യെല്ലോ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ. 2002 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നവംബർ മന്ത്, നമ്പർ 39, 6 days എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 21, ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ആണ്. മ്യൂസിക് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 35, നമ്പർ 10, 1997, 1988 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. 1998 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ക്രേസി, നമ്പർ 23, നമ്പർ 52, ഓറഞ്ച് കളർ, ഗ്രീൻ കളർ, ഡ്രോയിങ്, ഗെയിമൊക്കെ കളിക്കാനൊക്കെ താല്പര്യമുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1986 കിട്ടുന്നുണ്ട്. അതുപോലെ 2000 എന്ന് പറയുന്ന ഒരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. 2005 ആണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ക്ലൂ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ കമൻറ്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.